ഇന്ത്യയിൽ അഭിപ്രായ സ്വാതന്ത്ര്യം വീണ്ടും ചോദ്യം ചെയ്യപ്പെടുകയാണോ? പ്രശസ്ത ഹാസ്യതാരം രാജീവ് നിഗം സ്വതന്ത്ര വാർത്താ പോർട്ടലുകളായ നാഷണൽ ദസ്തക്, മൊളിറ്റിക്സ്, 4PM ന്യൂസ് എന്നിവരുടെ ഫേസ്ബുക്ക് പേജുകൾ കേന്ദ്ര സർക്കാർ ഇടപെടലിനെ തുടർന്ന് ഇന്ത്യയിൽ ബ്ലോക്ക് ചെയ്തിരിക്കുകയാണ്. യാതൊരു മുൻകൂർ മുന്നറിയിപ്പുമില്ലാതെ നടന്ന ഈ നീക്കം വലിയ പ്രതിഷേധങ്ങൾക്കാണ് വഴിവെച്ചിരിക്കുന്നത്. എന്താണ് ഇതിന് പിന്നിലെ യാഥാർത്ഥ്യം? കഴിഞ്ഞ ദിവസമാണ് രാജീവ് നിഗം ഉൾപ്പെടെയുള്ളവരുടെ ഫേസ്ബുക്ക് പേജുകൾ ഇന്ത്യയിൽ കാണാൻ കഴിയില്ല എന്ന സന്ദേശം മെറ്റ പുറത്തുവിട്ടത്. കേന്ദ്ര IT മന്ത്രാലയത്തിന്റെ നിർദ്ദേശപ്രകാരമാണ് ഈ നടപടി. IT നിയമം 2000 സെക്ഷൻ 79(3)B പ്രകാരമാണ് ഈ വിലക്ക് ഏർപ്പെടുത്തിയിരിക്കുന്നത്. നിയമവിരുദ്ധമായ ഉള്ളടക്കം നീക്കം ചെയ്യാൻ സർക്കാർ ആവശ്യപ്പെട്ടാൽ സോഷ്യൽ മീഡിയ കമ്പനികൾ അത് ചെയ്യാൻ ബാധ്യസ്ഥരാണ് എന്നാണ് ഈ നിയമം പറയുന്നത്. എന്നാൽ ഏത് പോസ്റ്റാണ് നിയമവിരുദ്ധം എന്ന് വ്യക്തമാക്കാൻ സർക്കാർ ഇതുവരെ തയ്യാറായിട്ടില്ല. തന്റെ പേജ് എന്തിനാണ് നിരോധിച്ചതെന്ന് എനിക്കറിയില്ല എന്നാണ് രാജീവ് നിഗം പറയുന്നത്. താൻ ആരെയും അപകീർത്തിപ്പെടുത്തുന്ന ഒന്നും പോസ്റ്റ് ചെയ്തിട്ടില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കുന്നു. അടുത്തിടെ ഗ്യാസ് സിലിണ്ടറുകളുടെ വില വർധനവിനെക്കുറിച്ച് ഒരു AI വീഡിയോ അദ്ദേഹം പങ്കുവച്ചിരുന്നു. അത് തമാശ രൂപേണയുള്ളതായിരുന്നു. അതിന് പിന്നാലെയാണ് ഈ നടപടി ഉണ്ടായതെന്ന് അദ്ദേഹം സംശയിക്കുന്നു. സർക്കാർ ജനങ്ങളുടെ ശബ്ദം കേൾക്കാൻ ആഗ്രഹിക്കുന്നില്ല, പകരം അവരുടെ വഴികൾ അടയ്ക്കുകയാണ് എന്ന് രാജീവ് നിഗം പരിഹസിക്കുന്നു. മാധ്യമ സ്ഥാപനങ്ങളായ മൊളിറ്റിക്സും 4PM ന്യൂസും സമാനമായ അവസ്ഥയിലാണ്. സർക്കാർ നയങ്ങളെ വിമർശിക്കുന്നതും ജനകീയ പ്രശ്നങ്ങൾ ഉയർത്തിക്കാട്ടുന്നതുമാണ് തങ്ങൾക്കെതിരെയുള്ള നടപടിക്ക് കാരണമെന്ന് ഇവർ വിശ്വസിക്കുന്നു. മൊളിറ്റിക്സിന് നേരത്തെയും നോട്ടീസുകൾ ലഭിച്ചിരുന്നു. ഫേസ്ബുക്കിനോട് വിശദീകരണം ചോദിക്കുമെന്നും പരിഹാരമുണ്ടായില്ലെങ്കിൽ കോടതിയെ സമീപിക്കുമെന്നും എഡിറ്റർ നീരജ് ജ അറിയിച്ചു. 4PM ന്യൂസിന് ഇവരുടെ യൂട്യൂബ് ചാനലും നേരത്തെ നിരോധിക്കപ്പെട്ടിരുന്നു. ഇതിനെതിരെ ഇവർ ഡൽഹി ഹൈക്കോടതിയിൽ ഹർജി നൽകിക്കഴിഞ്ഞു. ഭരണഘടന ഉറപ്പു നൽകുന്ന ആർട്ടിക്കിൾ 91A പ്രകാരമുള്ള അഭിപ്രായ സ്വാതന്ത്ര്യത്തിന്റെ ലംഘനമാണിതെന്ന് ഇവർ വാദിക്കുന്നു. ഇത് ആദ്യത്തെ സംഭവമല്ല. കശ്മീരിലെയും പഞ്ചാബിലെയും നിരവധി മാധ്യമപ്രവർത്തകർക്കും വാർത്താ ചാനലുകൾക്കും സമാനമായ വിലക്കുകൾ നേരിടേണ്ടി വന്നിട്ടുണ്ട്. സർക്കാരിനെ വിമർശിക്കുന്നവരെ നിശബ്ദരാക്കാൻ IT നിയമങ്ങൾ ആയുധമാക്കുകയാണോ എന്ന വലിയ ചോദ്യമാണ് ഇവിടെ ഉയരുന്നത്. ഇത്തരം നടപടികൾ ജനാധിപത്യത്തിന്റെ 4ാം തൂണായ മാധ്യമങ്ങളെ തകർക്കാൻ ലക്ഷ്യമിട്ടിട്ടുള്ളതാണോ? സത്യാവസ്ഥ എന്തുതന്നെയായാലും വ്യക്തമായ കാരണം ബോധിപ്പിക്കാതെ ഒരു വ്യക്തിയുടെയോ മാധ്യമത്തിന്റെയോ ശബ്ദം അടയ്ക്കുന്നത് ജനാധിപത്യത്തിന് ഭൂഷണമല്ല. ഈ നിയമ പോരാട്ടത്തിൽ കോടതിയുടെ നിലപാട് നിർണായകമാകും.